നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. നവകേരള സദസ്സിനെതിരെ കരിങ്കൊടി കാണിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ സംസ്ഥാന വ്യാപകം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബാരിക്കേഡുകൾ കയർകെട്ടി പ്രതിഷേധക്കാർ ബാരിക്കേഡിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വയനാട്ടിൽ നിന്ന് പിടിയിലായ നരഭോജി കടുവയ്ക്ക് നാളെ ശസ്ത്രക്രിയ നടത്തും. കടുവയുടെ മുഖത്ത് മുറിവിന് 8 സെന്റിമീറ്റർ ആഴമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പരിക്കിനെ തുടർന്ന് കടുവയ്ക്ക് ശാരീരിക അവശതയും കടുത്ത വേദനയുമുണ്ടെന്നാണ് സുവോളജിക്കൽ പാർക്കിൽ നിന്നുള്ള വിവരം. പാർക്കിലേക്ക് ഇന്നലെയാണ് വയനാട്ടിൽ പിടിയിലായ കടുവയെ എത്തിച്ചത്. സീറോ മലബാർ സഭയിൽ പ്രശ്നപരിഹാരത്തിന് വഴി തെളിയുന്നുവെന്ന് സൂചന. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധിയിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചകളിലേക്കെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അടച്ചിട്ട സെന്റ് മേരീസ് ബസിലിക്ക തുറക്കാൻ തീരുമാനമായി. പൊന്തിഫിക്കൽ ഡെലിഗേറ്റിന്റെ മടക്കം 23-ലേക്ക് മാറ്റി. കുന്നംകുളത്ത് നവകേരള സദസ്സിനായി നിർമ്മിച്ച പന്തൽ തകർന്നു വീണ് 4 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. കുന്നംകുളം ചെറുവത്തോൾ ഗ്രൗണ്ടിൽ നിർമ്മിച്ച പന്തലാണ് തകർന്നു വീണത്. കഴിഞ്ഞ 4-ാം തീയതിയായിരുന്നു ഇവിടെ നവകേരള സദസ്സ് നടന്നത്. പന്തൽ മറ്റൊരു എക്സിബിഷനായി രൂപമാറ്റം വരുത്തുന്നതിനിടയിലാണ് തകർന്നു വീണത്. തൃശൂർ എരുമപ്പെട്ടി തിച്ചൂരിൽ ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ച് വീട് കത്തി നശിച്ചു. നെല്ലുകുന്ന് കോളനിയിൽ പുത്തൻപീടികയിൽ റുക്കിയയും സഹോദരൻ അബ്ബാസും കുടുംബവും താമസിക്കുന്ന ഷീറ്റ് മേഞ്ഞ വീടാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിന് മുന്നിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. നോർത്ത് ചാലക്കുടി തെക്കൻ വാഴക്കാല ജോണിനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകരുന്നതിനോടൊപ്പം സമൂഹത്തിന് മാതൃകയായി ഒരു വിദ്യാലയം. സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവർക്ക് സൗജന്യമായി വസ്ത്രങ്ങൾ നൽകുന്ന ഡ്രസ് ബാങ്ക് സ്കൂളിൽ ആരംഭിച്ചാണ് മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂൾ മാതൃകയാകുന്നത്. തീരദേശ മണ്ണിലും തൂവരപ്പരിപ്പ് വിളയിച്ച് ദമ്പതികൾ. മതിലകം പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം കുഴിക്കണ്ടത്തിൽ നൌഷാദ് ഷംല ദമ്പതികളുടെ പുരയിട കൃഷിയിടത്തിലാണ് തൂവരപ്പരിപ്പ് വിളഞ്ഞു നിൽക്കുന്നത്. തീരദേശ മേഖലയിൽ ആദ്യമായാണ് തൂവരപ്പരിപ്പ് വിളവ് കാണുന്നതെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു. കേരളത്തിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ വർധനവ്. ഇന്നലെ മാത്രം സംസ്ഥാനത്ത് 292 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പുറത്തുവന്നു. തിങ്കളാഴ്ച 115 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിൽ നിന്നാണ് ഇന്നലെ ഇരട്ടിയിലധികമായി ഉയർന്നത്. തൃശൂർ പൂരം നടത്താതിരിക്കാൻ ആർക്കും കഴിയില്ലെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ പറഞ്ഞു. ദേവസ്വം ബോർഡ് പൂരം തകർക്കാൻ ശ്രമിക്കുന്നുവെന്നത് തെറ്റിദ്ധരിപ്പിക്കലാണ്. പൂര നടത്തിപ്പിന്റെ ചുമതല തങ്ങൾക്കാണെന്ന് ആവർത്തിച്ച അദ്ദേഹം വരുമാനത്തിന്റെ യഥാർത്ഥ വിവരം ദേവസ്വങ്ങൾ മറച്ചുവെക്കുകയാണെന്നും ആരോപിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.